ഓടിക്കുന്നതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ ശ്രമിക്കില്ല, കാരണം അച്ഛൻ ഭയങ്കര ടയറാവും. കാർ ഓടിച്ചിട്ട് വീഡിയോ എടുക്കരുത്, വണ്ടിയിലടിക്കും. സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ കോഴിക്കോട് ലുലു മോൾ വന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഫാമിലീനെയും കൊണ്ട് സാലറി കയറിയപ്പം ലുലു മോളിലൊന്ന് പോകാമെന്ന് കരുതി. കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. സോ പോകുന്ന വഴിയിലെ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വ്ളോഗ് എടുക്കാൻ ശ്രമിക്കുന്നതാണ്. എനിക്ക് ചെറിയൊരു ഷൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ എടുക്കാം. ഇതിന് മുന്നേ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ലുലു ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ഒരു വീഡിയോ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഞാൻ കാറൊക്കെ തിരിച്ചിടട്ടെ, അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ കാറൊക്കെ തിരിച്ചിട്ടു. ഇനി അച്ഛനെയും അമ്മേനെയും വെയിറ്റ് ചെയ്യാൻ ഇതാണ് എൻ്റെ OTD. ഇനി കാർ ഓടിക്കുന്നതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ ശ്രമിക്കില്ല, കാരണം അച്ഛൻ ഭയങ്കര ടയറാവും. കാർ ഓടിച്ചിട്ട് വീഡിയോ എടുക്കരുത്, വണ്ടിയിലടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മൾ ഇനി വീഡിയോ അവിടെ എത്തിയിട്ടേ എടുക്കുന്നുണ്ടാവുള്ളൂ. സോ അവിടെ എത്തിയിട്ട് കാണാം. ബൈ. അങ്ങനെ വീട്ടിൽ നിന്ന് വിട്ടിട്ട് ആദ്യം തന്നെ മെഡിക്കൽ കോളേജ് പെട്രോൾ പമ്പ് തന്നെ കയറിയിട്ടോ. കാരണം കുറേ ദൂരം പോകാനുള്ളതല്ലേ, ലുലുവിലെത്തണ്ടേ. സോ ലുലുവിൻ്റെ ഫ്രണ്ടിലെത്തിയ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ഓൾറെഡി അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എടുക്കാൻ സമ്മതിക്കൂലെന്ന്. എടുക്കാൻ സമ്മതിച്ചില്ല. ഇതിൻ്റെ ഉള്ളിലെത്തി എന്നുള്ളതിന് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അമ്മയ്ക്ക് എസ്കലേറ്റർ പേടിയായതുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റ് തന്നെ കയറി ഫസ്റ്റ് ഫ്ലോറിൽ പോയി. ഇതാ വിശ്വാസമായില്ലേ, ഇതാ ലുലു ഫാഷനിലാണ് എത്തിയത്. ലുലുവിലെത്തിയെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ ബാഗ്സിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. റേറ്റോ കാര്യങ്ങളൊന്നും നോക്കാൻ പോയില്ല. അത്യാവശ്യം കത്തി വിലയായിരിക്കും എന്നറിയാം, അതുകൊണ്ട് അയലത്തേക്ക് ഞാൻ പോയില്ല. പിന്നെ ഡ്രസ്സ് നോക്കി. അമ്മ പറഞ്ഞു ദേ മോളെ അത് നോക്കി ഇതും നോക്ക്. ഞാൻ പറഞ്ഞു എല്ലാം അടിപൊളി ഡ്രസ്സാണ്. അമ്മ ഓരോന്ന് സെലക്ട് ചെയ്യുന്നു, ഞാൻ നോക്കുന്നു. 4000, 5000, 6000. ആഹാ അടിപൊളി. അമ്മ പറഞ്ഞു ഈ പൈസയ്ക്ക് നമുക്കൊരു 6 ഡ്രസ്സ് വാങ്ങാൻ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാതെ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി ലുലുവിൻ്റെ ഹൈപ്പറിലേക്ക് കയറി. ഹൈപ്പറിൽ കയറി എന്തെങ്കിലും ഞാൻ എടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം ഇതിന് മുന്നേ വന്നപ്പോൾ ഹൈപ്പറിൽ കുറേ സാധനം നോട്ടിട്ട് വെച്ചിട്ടാട്ടോ ഞാൻ പോയത്. സ്വന്തം ക്യാഷ് കൊണ്ട് വീട്ടിലേക്ക് സാധനം വാങ്ങുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അപ്പം ഞാൻ വീട്ടിലേക്ക് വേണ്ടിയിട്ടും പിന്നെ എനിക്ക് എൻ്റെ ഡയറ്റിന് വേണ്ടിയിട്ടും കൂടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ക്ലിപ്പ് എടുത്തത് അമ്മ കേട്ടോ. അമ്മേനെ ഞാൻ അവിടെ സ്റ്റാച്യൂവിനെ നിർത്തിച്ച പോലെ നിർത്തിച്ചതായിരുന്നു, കാരണം അമ്മയ്ക്ക് വീഡിയോസ് എടുക്കാൻ അറിയില്ല. അങ്ങനെ ആ ഒരു ക്ലിപ്പ് എടുത്തതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ചോക്ലേറ്റ് സ്പോട്ടിൽ പോയി അവിടെ നിന്ന് മെല്ലെ എസ്കേപ്പായി. കാരണം ഞാൻ എന്തെങ്കിലും എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഫ്രൂട്ട് സെക്ഷനിലേക്ക് പോയി. ഫ്രൂട്ട്സൊന്നും കുറച്ച് ആപ്പിൾസ് വാങ്ങിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇവരെൻ്റെ ഡയറ്റ് പൊട്ടിച്ചേ അടങ്ങുമെന്നുള്ള മനോഭാവത്തിലായിരുന്നു തോന്നുന്നു. എന്നെ നേരെ കൊണ്ടുപോയത് ഈ ബേക്കറി ഐറ്റംസിൻ്റെ ഉള്ളിലേക്കായിരുന്നു. അച്ഛനെ ഓരോന്നും എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞു വാങ്ങിക്ക് നാളെ മുതൽ ഞാൻ ഡയറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച സെയിം സ്പോട്ടിലെത്തി, അവിടുന്ന് വാങ്ങിച്ചു. അങ്ങനെ ഓഫർ നോക്കി ചെറിയ എമൗണ്ട് അല്ലേ എന്ന് വാങ്ങി പോയപ്പോഴാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് ഇനിയും നീ ഇവിടെ നിന്നാൽ ഈ ലുലു മുഴുവൻ നീ വാങ്ങുന്നു, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മെല്ലെ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഫുഡ് കഴിക്കാനുള്ള ഐറ്റംസ് നമ്മൾ ഇത്രയും ഐറ്റംസ് ആട്ടോ വാങ്ങിച്ചത്. ഇത് ചായക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഈ ഈ ക്രോസൻറ്റ് കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇത് മാത്രമായിട്ടുള്ള സെപ്പറേറ്റ് വാങ്ങണമെന്ന് വിചാരിച്ച് പോയിട്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് അച്ഛൻ ഇത് വാങ്ങിയത്. ഇത് ഞാനാണ് കേട്ടോ. പിന്നെ അത് കേരള സ്റ്റൈൽ ചിക്കൻ റോസ്റ്റാണ്. ഇത് ഷോർട്സ് ആയിട്ട് ഞാൻ കേട്ടോ, ഇത് പൊട്ടിച്ചിട്ടുള്ള ഷോർട്സ് ഞാൻ. ഇത് പെപ്പർ ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ അമ്മയ്ക്ക് ഈ നവമി പൂജയ്ക്ക് ആയതുകൊണ്ട് നമ്മൾ സോയാബീൻ മസാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഐ തിങ്ക് ബനാന പപ്സ് ആണ്. ഇത് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ആണ്, മധുരം ഉണ്ടാവുമായിരിക്കും. അമ്മയ്ക്ക് വാങ്ങിച്ച ബനാന പപ്സ് ഇതാണ് കേട്ടോ. നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിതിലേക്ക് തന്നെ സേഫായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ യുദ്ധം നടക്കും. കല്യാണരാമല്ല ഫിലിമിലെ ഇന്നസെൻറ്റിനോട് പറഞ്ഞ പോലെ ഇന്നസെൻറ്റ് പറഞ്ഞത് കുറച്ചുകൂടെ ആവാലോ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ 100 രൂപയുടെ സാധനം അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ച് കൂട്ടിയതായിരുന്നു. പക്ഷേ ബില്ല് വന്ന സമയത്ത് 1600 അടുത്തായി. 2 ഐറ്റംസ് ഞാൻ തിരിച്ചു വെച്ചു. എന്നിട്ടും 1400 അടുത്ത് തന്നെ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു. ഇത് വരുന്നത് ഒരു ചിക്കൻ നൂഡിൽസ് ആണ്. പിന്നെ ഇത് ഗാലക്സി കുക്കി ക്രാമ്പിൾ എൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ ആട്ടോ. പിന്നെ ഇത് അച്ഛൻ എടുത്തതാണ് കോക്കനട്ട് ഓയിൽ. പിന്നെ ബൗണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു സാധനം ട്രൈ ചെയ്യണം എന്നുള്ളത്. ഇത് നമ്മുടെ ഡ്രീം കേക്ക് ആട്ടോ. ഇത് 5 ലെയറോ അങ്ങനെ എന്തോ വരുന്നത്. പിന്നെ ഇത് കെച്ചപ്പാണ്. പിന്നെ ഇത് മാംഗോയുടെ കോക്കനട്ട് ഷേക്ക്. ഇത് ഡാർക്ക് ഫാൻറ്റസീൻ്റെ ചോക്കോ ചിപ്പിൻ്റെ കുറച്ച് ബിസ്ക്കറ്റാണ്, ഫാമിലി പാക്കാണ്. പിന്നെ ഇത് ലയൻ്റെ ഡേറ്റ്സ് ആണ്. ഇത് ഫുൾ കുരുവൊക്കെ കളഞ്ഞ ഡേറ്റ്സ് ആട്ടോ. പിന്നെ റോയൽ ഗാല ആപ്പിൾ. ഇത് 105 റുപ്പീസ് ആണ് വരുന്നത്.
അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഇന്ന് ലുലുവിൽ പോയിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഗൈസ് നമ്മൾ ലുലുവിലൊക്കെ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ മാത്രം ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്. അറിയാത്ത ആൾക്കാരെടുത്ത്, അറിയുന്ന ആൾക്കാരെടുത്ത് എക്സ്ട്രോവേർട്ടാണ്. അപ്പോൾ ഞാൻ ആരാണ്? ഞാൻ ആംബിവേർട്ടാണ്. യെസ്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഒക്കെ പറഞ്ഞാൽ 200 അങ്ങനെ റേറ്റ് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് 200 എടുത്ത് കൊട്ടയിലിട്ട് ലാസ്റ്റാണ് അറിയാം അതൊരു വലിയ എമൗണ്ട് ആയി എന്നുള്ളത്. അതേ അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തിയത്. ആൻഡ് അവിടെ അമ്മ അങ്ങനെ നോക്കുന്നുണ്ട്. ആൻഡ് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളൊരു ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പം ഈ ഒരു കൊച്ചു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും മലയാളി കുട്ടി സൈനിങ് ഓഫ്.